രാവിലെ തന്നെ ജിസേലും ബിന്നിയും തമ്മിൽ വഴക്ക്. റീസൺ, ജിസേൽ രാവിലെ കിച്ചണിൽ വന്നപ്പോൾ വെസൽ ടീം പാത്രങ്ങളൊന്നും കഴുകിയിട്ടില്ല. ഈ ഈച്ചയും ഉറുമ്പുമൊക്കെ വന്ന് ആകെ വൃത്തികേടായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ജിസേൽ പോയിട്ട് വെസൽ ടീമിലുള്ള ബിന്നീൻ്റെ അടുത്തും മസ്താനീൻ്റെ അടുത്തും പറയുന്നു. അപ്പോൾ ബിന്നിയും മസ്താനിയും കൂടെ വന്നിട്ട് പാത്രം കഴുകുന്നു. അപ്പോൾ ജിസേൽ പറയുന്നു, എനിക്ക് ആദ്യം കപ്പുകൾ കഴുകി തരും, ഞാൻ ചായ ഉണ്ടാക്കി എനിക്കത് സെർവ് ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ ബിന്നി പറയുന്നു, കപ്പുകൾ ഇപ്പോൾ കഴുകി തരാൻ പറ്റില്ല, കാരണം അവരവർ കുടിച്ച കപ്പ് അവരവർ തന്നെ കഴുകണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് കപ്പുകൾ കഴുകി തരാൻ പറ്റില്ല. കിച്ചണിലേക്ക് വേണ്ട വേറെ ഏതെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ പറയൂ, അതിപ്പോൾ തന്നെ കഴുകി തരാമെന്ന് പറയുന്നു. അപ്പോൾ ജിസേൽ പറയുന്നു, അത് പറ്റില്ല, എനിക്ക് കപ്പുകൾ തന്നെ ആദ്യം കഴുകി തരൂ, കാരണം ഞാൻ ചായ ഉണ്ടാക്കി എനിക്ക് തന്നെ അത് കൊണ്ടുവന്ന് സെർവ് ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നു. അപ്പോൾ ബിന്നി പറയുന്നു, നീ ചെറിയ കുട്ടികളെ നോക്കുന്നത് പോലെയൊന്നും അങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആവശ്യമുള്ളവർ അവരവരുടെ കപ്പ് കഴുകിയിട്ട് വന്ന് ചായ എടുത്ത് കുടിച്ചോളും. ഇവിടെ ലാലേട്ടൻ വരെ വന്ന് പറഞ്ഞിട്ടുണ്ട്, അവരവർ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ സ്വന്തമായിട്ട് തന്നെ കഴുകി വെക്കണമെന്നുള്ളത്. അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർ ചായ കുടിക്കണ്ട എന്ന് ബിന്നി പറയുന്നു. പക്ഷേ ജിസേൽ അത് സമ്മതിക്കുന്നില്ല. ജിസേൽ പറയുന്നത്, അവരത് കഴുകിയില്ലെങ്കിൽ അത് വെസൽ ടീമിൻ്റെ ഡ്യൂട്ടിയാണ്, അപ്പോൾ വെസൽ ടീം അത് കഴുകണമെന്ന്. ബിന്നി അതിട്ട് സമ്മതിക്കുന്നുമില്ല. അങ്ങനെ ബിന്നിയും ജിസേലും തമ്മിൽ ഇതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് നടക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം ജിസേൽ പോയിട്ട് ആര്യൻ്റെ അടുത്തും അക്ബറിൻ്റെ അടുത്തും ഈ ബിന്നി സംസാരിച്ചതിനെ പറ്റി പറയുകയാണ്. അപ്പോൾ ജിസേൽ പറയുന്നു, ബിന്നി ഇപ്പോൾ വലിയ ന്യായം പറയുന്നു, വെസൽ ടീമിൻ്റെ ഡ്യൂട്ടിയാണ്, അവരവർ പാത്രം കഴുകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വെസൽ ടീം അതെടുത്ത് കഴുകണം, അതിന് ഇത്ര വാശി കാണിക്കുന്നത് എന്തിനാണെന്ന് ജിസേൽ ചോദിക്കുന്നു. അപ്പോൾ അക്ബർ പറയാണ്, അതിലവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഞാനും വെസൽ ടീമിൽ ഉണ്ടായിരുന്നതാണ്. ഇന്നലെയൊക്കെ പലരും പായസം വരെ കുടിച്ചിട്ട് കപ്പ് കഴുകാതെ അവിടെ വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിൽ സേമിയൊക്കെ ഉണങ്ങി പിടിച്ചിരിപ്പുണ്ട്, അത് പെട്ടെന്ന് കഴുകിയെടുക്കുക എന്നുള്ളത് പറ്റുന്ന കാര്യമല്ല. ഇപ്പോൾ ലാലേട്ടനാണേലും വന്നിട്ട് പറഞ്ഞതാണ് അവരവർ തന്നെ അത് കഴുകി വെക്കണം എന്നുള്ളത്. അപ്പോൾ ആ കാര്യത്തിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ളത് അക്ബർ ജിസേലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ജിസേൽ ആകെ 10 പേർക്കാണ് ചായ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ബിന്നി അത് അവിടെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 10 പേർക്ക് ചായ ഉണ്ടാക്കിയതിന് ശേഷം എല്ലാവർക്കും ചായ കൊടുത്തിട്ട് ഈ 10 പേർക്ക് ചായ കൊടുത്തിട്ട് ജിസേൽ ആ പാത്രം അവിടെ വെച്ചിട്ട് പോയി. അപ്പോൾ ബിന്നി ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഞങ്ങൾക്കാർക്കും ചായയില്ലേ, 10 പേർക്ക് മാത്രമേ ചായയുള്ളൂ, ജിസേലിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ചായ ഉണ്ടാക്കി കൊടുക്കുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ റെന ഇത് കേട്ടുകൊണ്ടിരുന്നിട്ട് റെന പോയിട്ട് ബിന്നിനോടും മസ്താനിയോടും ചോദിക്കുന്നു, നിങ്ങൾക്ക് ചായ വേണോ, എന്നാൽ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറയുന്നു. അങ്ങനെ റെന വന്നിട്ട് ഇവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ ഈ ജിസേൽ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ചായ ഉണ്ടാക്കുന്നതെന്ന് ബിന്നി പറഞ്ഞതിനെ അക്ബർ ചോദ്യം ചെയ്യാണ്. നിങ്ങളല്ലേ പാത്രം കഴുകി വെക്കേണ്ടിയിരുന്നത്, വലിയ പാത്രം കഴുകി വെക്കാത്തത് കൊണ്ടാണ് ചെറിയ പാത്രത്തിൽ ജിസേൽ ചായ ഉണ്ടാക്കിയതെന്ന്. അപ്പോൾ ബിന്നി പറയുന്നു, അങ്ങനെയല്ല, എന്നോട് വന്നിട്ട് 10 കപ്പുകൾ മാത്രം കഴുകി തരൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ വലിയ പാത്രത്തിൽ എല്ലാവർക്കും ചായ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം വലിയ പാത്രം കഴുകി തരുമെന്ന് പറയണ്ടേ, അത് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ അക്ബറും ബിന്നിയും തമ്മിൽ ഇതിൻ്റെ പേരിൽ വഴക്ക്. ഇതിനിടയ്ക്ക് റെന വന്നിട്ട് ബിന്നീൻ്റെ അടുത്ത് ചോദിക്കുന്നു, നിനക്ക് ചായ കിട്ടിയില്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ കിടന്ന് വഴക്കുണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ബിന്നി പറയുന്നു, ഞാൻ ചോദിച്ചതിന് ശേഷമല്ലേ ഞങ്ങൾക്ക് ചായ കിട്ടിയതെന്ന്, ആദ്യം 10 പേർക്ക് മാത്രമല്ലേ ഇവിടെ ചായ കൊടുത്തിട്ടുള്ളൂ എന്ന്. അപ്പോൾ റെന പറയുന്നു, ബിന്നി എന്നോട് വന്നിട്ട് ചായ ഉണ്ടാക്കാനൊന്നും പറഞ്ഞില്ലല്ലോ, എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെന്ന് പറയുന്നു. അപ്പോൾ ബിന്നി ചോദിക്കുന്നു, നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം ഞങ്ങളിവിടെ ചായ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞതിന് ശേഷമല്ലേ എന്ന് പറയുന്നു. അങ്ങനെ ബിന്നിയും റെനയും തമ്മിൽ അവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നു. ഇവിടെ വെസൽ ടീം അവരുടെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്തിട്ടുമില്ല, കിച്ചൺ ടീം എല്ലാവർക്കും വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കി കൊടുത്തിട്ടുമില്ല.